ഷിരൂരിൽ അർജുൻ്റെ ലോറിക്കായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം മംഗളൂരുവിലെ ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരബാലൻ ഇന്ന് ഷിരൂരിലെത്തുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഒരു ബാഗ് കൂടി കണ്ടെത്തി, ഒരു കയറും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഈ മൂന്നാം ഘട്ടത്തിലെ മൂന്നാം ദിനത്തിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് എന്താണ് തെരച്ചിലിൻ്റേത്? ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നിരവധി തെളിവുകൾ എന്ന നിലയിലാണ് അസ്ഥികൾ കിട്ടിയത്. പക്ഷേ അത് മനുഷ്യ അസ്ഥിയാണോ എന്ന് ചില പരിശോധനകളിലൂടെ മാത്രമേ തിരിച്ചറിയാനാകൂ. അങ്ങനെയാണെങ്കിൽ മാത്രം DNA പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുള്ളൂ. അങ്ങനെ 3 പേരുടേതാണ് ഇപ്പോൾ, അർജുൻ അടക്കമുള്ള 3 പേരെയാണ് ഇനി കാണാനുള്ളത്. ആ അർത്ഥത്തിലുള്ള പരിശോധനയായിരിക്കും DNA പരിശോധനയിൽ കേന്ദ്രീകരിക്കുക. ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള 3ാം ദിനമാണ്. സമഗ്രമായ പരിശോധനയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ മാൽപ്പെ അടക്കമുള്ളവർ ഈ പോലീസിൻ്റെ നിസ്സഹകരണമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ തെരച്ചിൽ നിന്ന് ഒഴിവായതും ഒരു പ്രധാന ഘട്ടമാണ്. ഏറ്റവും പുതിയ വിവരങ്ങളും വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഈ 3ാം ദിനത്തിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് എന്താണ് തെരച്ചിലിൻ്റേത്? അജിംഷാദ്, ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്താണ് ഇപ്പോൾ ആ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തിരച്ചിലിനിടെ ഒരു കയറിന്റെ ഭാഗം അല്പസമയം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാഗ് അർജുൻ്റെതല്ല എന്നാണ് കുടുംബാംഗങ്ങൾ നിലവിൽ പറയുന്നത്. താഴെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചെറിയ ബോട്ടിൽ അത് കയർ എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഡ്രഡ്ജറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രഡ്ജറിലുള്ള ആളുടെ ഭാഗത്തേക്ക് ഒരു കയറിൻ്റെ അറ്റം ഈ മണ്ണ് നീക്കുന്നതിനിടയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ്. ഇന്ന് പ്രധാനമായും നാവികസേന കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും നടന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തിന് ചുറ്റുമായാണ് ഇപ്പോൾ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നേരത്തെ തൊട്ടു മുമ്പ് ഒരു കയറിൻ്റെ അറ്റം കിട്ടിയിട്ടുണ്ട്. അത് ഡ്രഡ്ജറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മറ്റൊരു കയർ ലഭിച്ചു. ഇതേ സമയം തന്നെ ഈ ഡ്രഡ്ജറിൻ്റെ ഒപ്പമുള്ള മുങ്ങൽ വിദഗ്ധർ പുഴയിൽ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അത് ഇതിൻ്റെ തൊട്ടടുത്തായാണ് നടക്കുന്നത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം ഹിറ്റാച്ചിയുടെ കൈ അതിൻ്റെ ആഴത്തിലേക്ക് എത്തുന്നില്ല. വളരെ ആഴമുള്ള ഒരു സ്ഥലമാണിത്. പൂർണ്ണമായും അതിൻ്റെ അടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കാണാം. ആ കയറിൻ്റെ അറ്റം ഇപ്പോൾ ഡ്രഡ്ജറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ സാധ്യത. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിരുന്നു. അസ്ഥിയുടെ ഭാഗം പരിശോധനയ്ക്കായി മംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട്. മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് അയച്ചത്. അത് മനുഷ്യൻ്റേതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ പരിശോധനയായിരിക്കും ആദ്യം നടക്കുന്നത്. അതിനുശേഷം ഇത് മനുഷ്യൻ്റേതാണെങ്കിൽ ഒരു DNA പരിശോധന നടത്തും. 3 പേരുടെയും കാണാതായ അർജുൻ, അതോടൊപ്പം തന്നെ ജഗന്നാഥൻ, ലോകേഷ് എന്നിവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് DNA നേരത്തെ തന്നെ പുതിയ ബാഗുമായി ബന്ധപ്പെട്ടത് പുതിയതായി ലഭിച്ചതാണോ? ഒരു ബാഗ് അജിംഷാദ്, ബാഗ് ഇപ്പോൾ ഈ തിരച്ചിലിൽ ലഭിച്ചതാണ്. പക്ഷേ അത് അർജുൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗല്ല എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്. കാരണം ഇപ്പോൾ ലഭിച്ച ബാഗ് പിന്നിൽ ധരിക്കുന്ന തരത്തിലുള്ള ബാക്ക് പാക്കിൻ്റെ തരത്തിലുള്ള ബാഗാണ് ലഭിച്ചത്. പക്ഷേ അർജുൻ്റെ കയ്യിലുണ്ടായിരുന്നത് കയ്യിൽ തൂക്കുന്ന തരത്തിലുള്ള ബാഗാണ് എന്നാണ് പറഞ്ഞത്. അത് അർജുൻ്റേതല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണൻ്റെ ചായക്കടയിൽ നിന്ന് നഷ്ടപ്പെട്ടതാവാം. അവിടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ബാഗോ മറ്റോ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് അതിന് ചുറ്റുമായി ആ മണ്ണ് നീക്കം നടക്കുന്നു. അതിനിടെയാണ് കയർ ലഭിച്ചത്. ഈ കയർ ഏത് വാഹനത്തിലേതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റൊരു കയറിൻ്റെ അറ്റം മണ്ണ് കോരി നീക്കുന്നതിനിടയിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഡ്രഡ്ജറിൽ നിലവിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രഡ്ജറിനോടടുത്തുള്ള ആ ടയറിലേക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവിടെ ഒരു കയർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ കയറിൻ്റെ ഒരു അറ്റം മാത്രമാണ് ലഭിച്ചത്. മറ്റൊരറ്റം പുഴയ്ക്കടിയിലേക്കാണുള്ളത്. നിൽക്കുന്ന ആളുടെ കയ്യിൽ ആ കയർ നിലവിലുണ്ട്. അതിപ്പോൾ ഈ
മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കയ്യിലേക്ക് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കയറിൻ്റെ മറ്റേ അറ്റം എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ തൊട്ടടുത്ത ബോട്ടിലായുണ്ട്. അവർ അവിടെ ഇറങ്ങി പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ അവിടെ ചെളി വെള്ളം കലങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അത് ഈ ഹിറ്റാച്ചിയുടെ കൈകളിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കണ്ണനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ ഏറ്റവും പുതിയ ദർശനത്തിൻ്റെ സഹായത്തോടുകൂടി തന്നെ നൽകുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് സിജു കണ്ണനിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. സിജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇനി വരാനുള്ളത്. പക്ഷേ അത് ഫോറൻസിക് പരിശോധനയിൽ മനുഷ്യൻ്റെതാണെന്ന് തിരിച്ചറിയണം. അതിനുശേഷം മാത്രമേ DNA പരിശോധന നടത്തൂ. അതോടൊപ്പം തന്നെ ഇന്നലെ പിണങ്ങിപ്പോയ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിപ്പോയ മാൽപ്പെ ഇനി എത്തില്ലല്ലോ അല്ലേ? മാൽപ്പെ ഇനിയും തിരച്ചിലിൻ്റെ ഭാഗമായിട്ടില്ല. ഇന്നലെ മാൽപ്പെ പല തവണ തിരച്ചിൽ നടത്തുമ്പോഴും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വൈകുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ചില നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തൊട്ട് മുമ്പത്തെ ദിവസം മാൽപ്പെ നടത്തിയ തിരച്ചിലിലാണ് വാഹനങ്ങളുടെ ഭാഗം കണ്ടെത്തിയത്, അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇതിലൂടെ മാൽപ്പയ്ക്ക് ലഭിച്ച മാധ്യമ ശ്രദ്ധയിലും അധികൃതർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹത്തിന് മുങ്ങി പരിശോധന നടത്തുന്നതിന് തടസ്സമുണ്ടാക്കിയത്, അനുമതി നൽകാതിരുന്നത്. ഈ ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ട മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധിച്ചാൽ മതി, മാൽപ്പയുടെ സഹായം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഉച്ചവരെ ഈ നിലപാട് തുടർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവുമായുള്ള ഒരു അതൃപ്തിയെ തുടർന്നാണ് ഈശ്വർ മാൽപ്പെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. എന്നാൽ മാൽപ്പയുടെ സമാന്തര തെരച്ചിലിനെ അനുകൂലിക്കാൻ കഴിയില്ല, കർണാടക സർക്കാരിനെയും ജില്ലാ ഭരണകൂടത്തെയും അപകീർത്തിപ്പെടുത്തുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. പക്ഷേ മാൽപ്പെ ഈ തുടക്കഘട്ടത്തിൽ മുതൽ നൽകിയ ഒരു സേവനം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. 8 നോട്ട്സ് വരെ പുഴയിൽ ഒടുക്കുണ്ടായിരുന്ന സമയത്ത് പുഴയിൽ മുങ്ങി പരിശോധന നടത്തിയ ഒരാളാണ്. പക്ഷേ മാൽപ്പയെ കൂടെ നിർത്താനോ മാൽപ്പയുമായി സംസാരിക്കാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്നലെ പോലും ഏറ്റവും ഒടുവിൽ ഈ പുഴയ്ക്കടിയിൽ ഒരു സ്കൂട്ടറും അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന മരത്തടികളും കണ്ടെത്തിയ ശേഷമാണ് മാൽപ്പെ മടങ്ങിയത്. ഈ കണ്ടെത്തിയ സ്കൂട്ടറിന് ഒരു കയർ ബന്ധിച്ച് കരയിലേക്ക് നൽകിയ ശേഷം അവിടെ നിന്നാണ് മാൽപ്പെ മടങ്ങിപ്പോയത്. ആ സ്കൂട്ടർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു. പക്ഷേ മാൽപ്പയുടെ സേവനം തേടുന്നതിന് നിലവിൽ അധികൃതർ തയ്യാറായിട്ടില്ല. ഏതായാലും ഒരു അഭിപ്രായ ഭിന്നത ഇവർക്കിടയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മാൽപ്പെ ആദ്യഘട്ടം മുതൽ വലിയ രീതിയിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ആളാണ്. പക്ഷേ നിലവിൽ മാൽപ്പയുമായി സംസാരിക്കാനോ അദ്ദേഹത്തിനെ നയിപ്പിച്ച് കൂടെ നിർത്താനോ തയ്യാറായിട്ടില്ല. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധിച്ചാൽ മതി, ഔദ്യോഗികമായ രീതിയിലുള്ള തെരച്ചിൽ സംവിധാനം മതി, മറ്റുള്ളവരുടെ സഹായം വേണ്ട എന്ന നിലപാടാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും മാൽപ്പെ നിലവിൽ ആ തിരച്ചിലിൻ്റെ ഭാഗമല്ല. ഇന്നിപ്പോൾ നേരത്തെ തിരച്ചിലിൻ്റെ ഭാഗമായിരുന്ന റിട്ടയേർഡ് മേജർ ഇന്ദ്രബാലൻ അല്പസമയത്തിനകം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിൻ്റെ സേവനം തേടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഐബോർഡ് ഡ്രോൺ സംവിധാനം വഴി തിരച്ചിൽ നടത്തിയ ആളാണ് ഇന്ദ്രബാലൻ. ചില പോയിന്റുകൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹം സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഉച്ചയോടുകൂടി. ഉച്ചയ്ക്ക് ശേഷം ഈ ഐബോർഡ് ഡ്രോൺ സംവിധാനം നിലവിൽ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതുമായി അല്ല. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്താം സിജു കണ്ണൻ, തിരിച്ചെത്താം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ.